റോസാപ്പൂക്കളായിരുന്നില്ല തുങ്കഴി പിതാവിൻ്റെ പാതകളിൽ എല്ലായിടത്തും. പക്ഷേ മുൾമുടികൾ അദ്ദേഹം ഏറ്റുവാങ്ങുമ്പോഴും അതെങ്ങനെയാണ് വാങ്ങിയതെന്നുള്ളതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മുൾമുടികൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് അണിയിച്ചവരുടെ മുമ്പിലും അദ്ദേഹം അചഞ്ചലനായി ധീരതയോടെ നിന്നു. മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയെ പോലെ ശക്തനും ധീരനുമായ അദ്ദേഹം തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നിലകൊണ്ടു. തൻ്റെ ജനത്തെ തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നയിക്കാൻ പരിശ്രമിച്ചു. എല്ലാവരിലും ക്രിസ്തു രൂപപ്പെടുവോളം ഞാൻ ഈറ്റുനാവ് അനുഭവിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, പീലാത്തോസിന്റെ മുമ്പിൽ ഈശോ നിന്നതുപോലെ, കഴുത്തു തടിച്ചവരും തലതിരിഞ്ഞവരുമായ ഇസ്രായേൽക്കാർക്ക് വേണ്ടി വിഗ്രഹാരാധനയ്ക്ക് കൂട്ടുനിന്ന തന്റെ സഹോദരൻ അഹ്റോനു വേണ്ടി സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തോട് മാപ്പപേക്ഷിച്ച മോശയെപ്പോലെ പിതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.